3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാമെന്ന് പറഞ്ഞ് ഏലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണന് വ്യാജ കോൾ. ദില്ലിയിലെ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞാണ് കോൾ വന്നത്. മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ ഉണ്ടാകുമെന്നും ഫോൺ വിളിച്ചയാൾ പറഞ്ഞു. വിദ്യാ ബാലകൃഷ്ണന്റെ പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്തു. ശരത്തോട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, തീക്കട്ടിയിൽ ഉറുമ്പരിക്കൂ, വിദ്യാ ബാലകൃഷ്ണന്റെ വ്യാജ കോളോ? എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇത് വിദ്യക്ക് മനസ്സിലായില്ലേ ഈ വന്നിരിക്കുന്ന കോള് പണിയാണ് എന്നുള്ളത് മനസ്സിലായി. വളരെ ശ്രദ്ധാപൂർവം നമ്പറൊക്കെ പരിശോധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. MPയുടെ ഓഫീസിൽ നിന്നാണ് എന്ന് പറഞ്ഞാണോ ഈ 3 കോടി രൂപ MLAയുടെ കയ്യിൽ നിന്ന് ആവശ്യപ്പെട്ടത്? ഇതിനൊക്കെ ഇവന്മാർക്ക് എങ്ങനെ ധൈര്യം വരുന്നു ശരത്തെ? അത് തന്നെയാണ് അരുൺകുമാർ ഏറെ കൗതുകമുള്ള കാര്യം. കാരണം പ്രത്യേകിച്ച് MLA ആണ് ഇത്തരത്തിൽ ഫോണിൽ ബന്ധപ്പെട്ടത്. അതായത് 3 കോടി നൽകിയാൽ മന്ത്രിയാക്കാം എന്നുള്ളതായിരുന്നു വാഗ്ദാനം. വയനാട് MPയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞ് ഡൽഹിയിൽ നിന്നാണ് ഫോൺ കോൾ വന്നത്. രാജ്കുമാർ എന്ന ആളാണ് ഫോൺ കോളിൽ അദ്ദേഹം പരിചയപ്പെടുത്തിയത്. അങ്ങനെ ഒരു MP ആണ് ഇത്തരത്തിൽ ഫോൺ നമ്പർ തന്നത് എന്നടക്കം പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിളിക്കുന്നത്. ഇംഗ്ലീഷിലായിരുന്നു സംസാരിച്ചത്. എന്തായാലും സംസ്ഥാനത്ത് മന്ത്രിസഭാ പുനഃസംഘടന വരാൻ പോവുകയാണ്. 3 കോടി നൽകിയാൽ മന്ത്രിയാക്കാം എന്നുള്ളതായിരുന്നു ഈ ഫോൺ കോളിൽ MLAക്ക് നൽകിയ വാഗ്ദാനം. MLA കുറേ നേരം സംസാരം നീണ്ടപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും ചെയ്തു. ഒപ്പം ഈ MP ആരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് ഫോൺ കട്ടായ ശേഷം MPയോട് ഇക്കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ തന്നെ ഒരാൾ ബന്ധപ്പെട്ട തരത്തിൽ ഫോൺ നമ്പർ വാങ്ങിയിരുന്നു. അത് ജില്ലയിലെ MLAമാരുടെ നമ്പർ ചോദിച്ചാണ് ഫോൺ വന്നത് എന്നുള്ളതാണ് MPയും MLAയോട് വിവരം നൽകിയിരിക്കുന്നത്. അങ്ങനെ ഈ ഫോൺ കോൾ ഇത്തരത്തിൽ എന്തായാലും വ്യാജ ഫോൺ കോൾ ആണ് എന്നുള്ളതാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. നിലവിൽ എന്തായാലും MLAയുടെ പരാതിയിൽ ഇപ്പോൾ കോഴിക്കോട് സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, വ്യാജ കോളായിരുന്നു അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ഇവർക്കൊക്കെ എങ്ങനെ ധൈര്യം വരുന്നു? ഈ MLAമാരെയൊക്കെ വിളിച്ചിട്ടേ മന്ത്രിയാക്കാം കേട്ടോ, പുനഃസംഘടന വരുന്നുണ്ട്, 3 കോടി രൂപ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പലതരം തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട്. MLAമാരെ വിളിച്ച് മന്ത്രിമാരാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വയനാട് MPയുടെ ഓഫീസിൽ നിന്നാണ്. ഇവരൊക്കെ ഒറ്റ കോളി വിളിച്ചാൽ ഇങ്ങനെ ഒരു കോള് ഇങ്ങനെ നൽകാനായിട്ട് MPയുടെ ഓഫീസിലെങ്കിലും സംവിധാനമില്ല എന്നുള്ളത് അറിയില്ലേ? എന്താ ചെയ്യുക? പക്ഷേ നേരത്തെ ഒരു കേസുണ്ടായിരുന്നു കേട്ടോ. അത് ഈ പറയുന്ന MPയുടെ അല്ല, ചില കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു ആരോപണം ഉയർന്നിരുന്നു അല്ലേ? സ്ഥാനാർത്ഥിയാക്കാം എന്ന് പറഞ്ഞ് പണം തട്ടി എന്നുള്ള ഒരു കേസ് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് എങ്ങോട്ടോ പോയി. ആരും ശ്രദ്ധിച്ചതുമില്ല, ആരും പറഞ്ഞതുമില്ല. അവിടെ ഡൽഹി പോലീസിൽ കൊണ്ടൊരു പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ പരാതിയുമായിട്ട് അയാൾ പിന്നാലെ ഉണ്ടോ എന്നും നമുക്ക് നിശ്ചയമില്ല.